ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്യുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്തതാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ. അന്ന് കേന്ദ്രം ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഒരു പ്രമേയവും പാസാക്കി. ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്തവർ അങ്ങനെ അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരിക എന്നുള്ളത് വളരെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് കേട്ടിരിക്കും, കേരളത്തിലെ കൃഷിയെ കുറിച്ചിട്ട് ഇടതുപക്ഷ നേതാക്കൾ കേന്ദ്രത്തിൽ മുഴുവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആത്മഹത്യയില്ല. ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്നു. ഇങ്ങനെയുള്ള അവകാശവാദങ്ങളാണ് ഞങ്ങൾ സമരം ആലോചിക്കുമ്പോൾ സമരത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ നേതാക്കളൊക്കെ ഞങ്ങളോട് പറയാറുള്ളത്, ഞങ്ങളുടെ കമ്മിറ്റിയിൽ തന്നെ പറയാറുള്ളത്. എന്നാൽ ഇന്ന് ഒറ്റ അവകാശവാദങ്ങൾ പോലും ഇവർക്കൊന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്ന സംസ്ഥാനമായിട്ട് ഛത്തീസ്ഗഡ് മാറി 31 രൂപ 80 പൈസയായിട്ട് മാറി. കേരളത്തിലെ വില നമുക്കറിയാം 28 രൂപ. ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ഇൻസെന്റീവ് ഈ സർക്കാർ കർഷക പ്രേമികൾ എന്ന് പറഞ്ഞ് ഓരോ വർഷവും കർഷക ദ്രോഹികളായിക്കൊണ്ടിരിക്കുന്ന ഇവര് കുറച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കേരളത്തിലെ കർഷകന്റെ പ്രശ്നം? നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്തയക്കും. ഓരോ സംസ്ഥാനത്തെ അടിസ്ഥാന വില നിശ്ചയിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഉൽപാദന ചെലവ് ചോദിച്ചുകൊണ്ട് 2022-23 ചെലവ് എത്രയായിരുന്നു, അങ്ങനെ അയച്ച സംസ്ഥാന സർക്കാരിന്റെ ചെലവ് എത്രയാണ് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു RTI ഫയൽ ചെയ്ത് ഞങ്ങൾക്കത് കിട്ടി. അതിന് പറയുന്നത് 34 രൂപ 60 പൈസയാണ് സംസ്ഥാനത്തെ ചെലവായിട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തത്. അങ്ങനെ കൊടുത്ത 34 രൂപ 60 പൈസ എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ച ഈ ദ്രോഹികളായിട്ട് ഈ കർഷക ദ്രോഹികൾക്ക് ഞങ്ങൾക്കത് നൽകാനായിട്ട് ഉത്തരവാദിത്തമില്ലേ? ഞങ്ങൾക്ക് നൽകാനായിട്ട് ഉത്തരവാദിത്തമില്ലേ? ഇതിന് സമരം ചെയ്യുന്നുണ്ടോ? 101%, അതായത് 1 ഇരട്ടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ സമരം ചെയ്തത്, ഞങ്ങളോടൊപ്പം സമരം ചെയ്തത്. ഞാൻ 13 മാസം ആ സമരസമയത്ത് ആ സമര ഉണ്ടായിരുന്ന ആളാണ്. അപ്പോ അങ്ങനെ കണക്കുകൂട്ടുകയാണ് 34-60 പൈസയുടെ 1.5 ഇരട്ടി എന്നത് 52 രൂപ, നമുക്ക് 53 രൂപ 20 പൈസ നമുക്ക് കിട്ടണ്ടേ? ഇനി 53 രൂപ 20 പൈസ വേണ്ട, ഞങ്ങൾ ചോദിക്കുന്നത് 40 രൂപ. അതെങ്കിലും ഞങ്ങൾക്ക് ഉൽപാദന ചെലവ് ഒരു കുറച്ചുകൂടി ഞങ്ങൾക്ക് താ. 1.5 ഇരട്ടി നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ കേന്ദ്രത്തോട് പറയുന്ന ആവശ്യം തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മിനിമം ഞങ്ങളുടെ ഉൽപാദന ചെലവിൽ അല്പമെങ്കിലും കൂട്ടിത്താന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താണെന്ന് കേരളത്തിലെ കർഷകന്റെ അവസ്ഥ ഇങ്ങനെയാവാനുള്ള കാരണം? 1968 നെല്ലിന്റെ വില 1 രൂപ 40 പൈസയാണ്. ഇന്ന് 28 രൂപ 20 പൈസ, അതായത് 19 ഇരട്ടിയുടെ വർധനവുണ്ടായി. അന്നത്തെ ഒരു അടിസ്ഥാന ജീവനക്കാരന്റെ ശമ്പളം എന്ന് പറയുന്നത് 70 രൂപ മാത്രമായിരുന്നു. ഒരു ഏറ്റവും താഴ്ന്ന ജീവനക്കാരന്റെ ശമ്പളത്തിൽ 70 രൂപ. ഇന്ന് അത് 23,000 രൂപയായി. 328 ഇരട്ടി വർദ്ധിച്ചു. അന്നത്തെ MLA-യുടെ ശമ്പളം, അവർ ഓണറേറിയം എന്ന് പറയുന്നത് 28 രൂപയായിരുന്നു. അതായത് അടിസ്ഥാന ഏറ്റവും താഴ്ന്ന ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് 8 രൂപ മാത്രം വർധനവ്. അത് യാത്രാക്കൂലി കുറച്ചാൽ, യാത്രാക്കൂലി അവർക്ക് 70,000 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അത് 50,000 രൂപയാണ്. യാത്രാക്കൂലി കുറച്ചുള്ള തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഉണ്ടായ വർധനവ് എത്രയാണ്? 641 ഇരട്ടി. നെല്ലിന്റെ വില 1 രൂപ 40 പൈസയും 19 ഇരട്ടി മാത്രം വർദ്ധിച്ച സമയത്ത് സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം 328 ഇരട്ടി വർദ്ധിച്ചു. MLA-യുടെ ശമ്പളം 641 ഇരട്ടി വർദ്ധിച്ചു. നമ്മുടെ നെല്ലിന്റെ എന്നിട്ട് നമ്മുടെ 19 ഇരട്ടി വർദ്ധിച്ചുള്ളൂ. അത് തരാൻ ഇവരുടെ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന സമയത്തും ഇതാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതാ MLA-ക്കും ഇതാ മന്ത്രിമാർക്കും ഒരു ദിവസത്തെ പോലും ശമ്പളം ഇതവർ വൈകിട്ടുണ്ടോ? ഇത് നമ്മൾ ചോദിക്കണ്ട. ഇവർക്ക് ശമ്പളം വാങ്ങാൻ, ഇവർക്ക് പെൻഷൻ വിതരണം ചെയ്യാനായിട്ട് ഇവർ ഓരോ ദിവസം ഓരോ മാസം കടമെടുക്കുകയല്ലേ? CAG-യുടെ റിപ്പോർട്ട് വന്നു 2023. അതിന് പറയുന്നത് 90-75% കടമെടുത്തതും ഇപ്പോഴത്തെ കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ശരി, ഇത്രയും ഒരു കടമെടുക്കുന്നു, ഞങ്ങൾക്ക് തരേണ്ട പൈസ എത്രയാണ്?
കേരളത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1,66,501 കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിന് ഡൽഹിയിൽ മൊത്തം വാങ്ങാനായിട്ട് നമുക്ക് വേണ്ട തുക എന്ന് പറയുന്നത് വെറും 1,577 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1,577 കോടി രൂപ മാത്രം മതി. എത്ര ശതമാനം, എത്ര വളരെ ചെറിയ തുക അലോട്ട് ചെയ്താൽ ഇത് നമുക്കിത് അലോട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ കോർപ്പറേറ്റുകളുടെ ബാങ്കിംഗ് മേഖലയിലുള്ള കോർപ്പറേറ്റുകളുടെയും കുത്തകളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് ഈ PRS സംവിധാനത്തിന് ലോൺ അനുവദിക്കുന്നത്. കാരണം എന്താ, ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിന്റെ ഒരു നിബന്ധനയുണ്ട്. പ്രൈമറി സെക്ടറിന് നിശ്ചിത ശതമാനം വായ്പ കൊടുത്തേ പറ്റൂ. ഇപ്പൊ കർഷകർക്ക് ആരും വായ്പ കൊടുക്കുന്നില്ല, പേടിച്ചിട്ട്. കാരണം കർഷകർക്ക് തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ല. അപ്പൊ എങ്ങനെ ഇവരെക്കൊണ്ട് വായ്പ അവരുടെ കണക്കിൽ എത്ര ശതമാനം അവർക്ക് വായ്പ കൊടുക്കണം? അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന് ഈ വൃത്തികെട്ട കൂട്ടുനിൽക്കുന്നതാണ് ഈ PRS സംവിധാനം വായ്പ എടുപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്. അപ്പൊ അവർ പറയുന്നത്, ബാങ്കുകൾ പറയുന്നത്, ഞങ്ങൾ കർഷകർക്ക് ഇത്ര ശതമാനം വായ്പ നൽകി. ഇവരെ നമ്മൾ കർഷക സ്നേഹികളെന്ന് വിളിക്കണോ, അതെ കർഷക ദ്രോഹികളെന്ന് വിളിക്കണോ? ഒരു പരിധിവരെ ഇവരോടൊപ്പം സമരം ചെയ്തതിന് 13 മാസത്തോളം ആ അതിർത്തിയില് മണ്ണും വെയിലും കൊണ്ട് ഞങ്ങൾക്ക് സമരം ചെയ്ത ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഇന്ന് നാണക്കേട് തോന്നുകയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ നമ്മുടെ കിഡ്നിക്ക് വേണ്ടിയിട്ട് സർക്കാർ കടമെടുത്തിട്ട് 5,109 കോടി രൂപ കഴിഞ്ഞ ഒരൊറ്റ വർഷം കടമെടുത്തതാണ്. പെൻഷന് വേണ്ടിയിട്ട് 2,949 കോടി രൂപ കടമെടുത്തു. ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കടമെടുക്കാനായിട്ട് നമുക്ക് എത്ര പേർക്ക് പെൻഷൻ കിട്ടും? എന്റെ അച്ഛൻ ഒരു കാർഷിക പെൻഷൻ കൈപ്പറ്റുന്ന ആളാണ്. എത്ര മാസത്തെ കിട്ടാനെന്ന് അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു 7 മാസത്തെ കുടിശ്ശിക കിട്ടാനെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ കുടിശ്ശിക മുഴുവൻ കടമാണ്. നമ്മളുടെ പെൻഷൻ മുഴുവൻ കടമായിട്ട് സർക്കാർ നമുക്ക് തരാനുണ്ട്. നമ്മളുടെ നെല്ലെടുത്തു കഴിഞ്ഞാൽ അതിന് തരാനായിട്ട് ഇവർക്ക് പൈസ ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ നിർത്തുകയാണ്. നമുക്ക് 6 മാസം നെല്ലെടുത്തിട്ട് 6 മാസത്തെ പൈസ കിട്ടാതിരുന്ന സമയത്താണ് ഒരു യാത്ര നടത്തിയത്, മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര. 1,577 കോടി രൂപ മതി നമുക്ക് നെല്ലിന്റെ ആകെ വില നമുക്ക് തരാനുള്ളത്. ആ സമയത്ത് 6 മാസമായിട്ട് നമുക്ക് പൈസ തന്നിട്ടില്ല. ആ സമയത്താണ് യാത്ര വരുന്നത്. ഞങ്ങൾ അതിന് പ്രതിഷേധിച്ച് തന്നെ വേറെ ഒരു പ്രത്യേകമായ പരിപാടി ഞങ്ങൾ നടത്തി തൃശ്ശൂരില്. അപ്പൊ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുഖ്യമന്ത്രി മന്ത്രിമാർ യാത്ര ചെയ്യുന്ന വണ്ടിക്ക് എത്രയാണ്? 22 കോടി രൂപ. ഈ 1,577 കോടി രൂപ ഇവർ കടമെടുത്തെങ്കിൽ 9% പലിശയ്ക്ക് കടമെടുത്തെങ്കിൽ അതിന്റെ പ്രതിമാസം എത്ര വരുമായിരുന്നു? ഒരു 11 കോടി രൂപ 12 കോടി രൂപ എല്ലാം വരുമാനമായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനം മേടിക്കാൻ ചെലവാക്കി 22 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ 2 മാസം മുമ്പ് നേരത്തെ കർഷകന് ഇവർക്ക് പലിശ എടുത്തിട്ട് ആ പലിശ അത് ഉപയോഗിച്ചിട്ട് ഇവർക്ക് കൊടുക്കാമായിരുന്നില്ലേ? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചെലവുകൾ 1,968 താരതമ്യം ചെയ്യുമ്പോൾ എത്ര ശതമാനം വർധനമുണ്ട്? എത്ര ഇരട്ടി വർധന? 4000 ഇരട്ടി വർധനവ്. ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാരന് ശമ്പളം കൂട്ടിക്കുറയ്ക്കാൻ പൈസയുണ്ട്, മുഖ്യമന്ത്രിക്ക് ദൂഷരിക്കാൻ പൈസയുണ്ട്, എംഎൽഎമാർക്ക് പെൻഷനാണെങ്കിൽ പെൻഷൻ കൃത്യമായിട്ട് എംഎൽഎമാർക്ക് നൽകാനും പൈസയുണ്ട്. ഇന്നത്തെ എംഎൽഎക്കും മന്ത്രിമാർക്കും വളരെ കൃത്യമായിട്ട് എല്ലാ മാസവും പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ ചോദിക്കണം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ നെല്ലിന്റെ പണം ഇനി തരാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ താമസിക്കണം നമ്മൾ ചോദിക്കണം. ഇങ്ങനെയുള്ള സമരങ്ങൾ പോരാ. ഡൽഹിയിൽ കോടതി, സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളോട് എണീറ്റ് പോകാനായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. മന്ത്രിമാർ അഭ്യർത്ഥിച്ചു തടസ്സം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമരങ്ങൾ പോരാ. കൃഷി നിലനിൽക്കാൻ ഈ നാടിന്റെ ആവശ്യമാണ്. നെല്ലിലൊക്കെ എന്ത് സംഭവിച്ചത് എത്തോപ്യയും സോമാലിയും നമ്മൾ കണ്ടു. അവിടെയും സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള കൃഷികൾ വന്നു. ആ കൃഷികൾ വന്ന സമയത്ത് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് കണ്ട ഒരു വാർത്തയുണ്ട്. ഒരമ്മ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനില്ല എന്ന സമയത്ത് മണ്ണിലെ കിളച്ച് പാചകം ചെയ്തിട്ട് കൊടുത്തു. നമ്മൾ മോഡേഴ്സാണ് കൊടുക്കുന്നതെന്ന് പാചകം ചെയ്തിട്ട് കൊടുത്തു. അത് എത്തോപ്യയിലെ കഥ. സോമാലിയിലെ മറ്റൊരു കഥ എന്ന് പറയുന്നത് 4 ആൺമക്കളുടെ ഏറ്റവും അവസാനത്തെ കുട്ടി മരിച്ച സമയത്ത് മറ്റു 3 മക്കളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ അമ്മ സ്വന്തം സഹോദരങ്ങൾക്ക് അവസാനം പറഞ്ഞ കുട്ടിയുടെ ശരീരം വെട്ടിമുറിച്ച് പാചകം ചെയ്ത് കൊടുത്തു. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മളെ ചെന്തോന്ന് എത്തിക്കുന്നത് അതിലേക്കാണ്. പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം
അങ്ങനെ സംഭവിച്ചാൽ നാളെ നമ്മുടെ മക്കൾക്ക് വായിലേക്ക് മണ്ണിരയിട്ട് കൊടുക്കേണ്ട സാഹചര്യം വരും. അതുപോലെ തന്നെ നമ്മളുടെ മറ്റുകളെ പാചകം ചെയ്ത് മറ്റു കുട്ടികളുടെ വിഷം പകരാൻ കൊടുക്കേണ്ട സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷിയെ നിലനിർത്താൻ നമ്മൾ പോരാടണം. മേടിക്കാനുള്ള ചോദ്യത്തിൽ തന്നെ മാറിക്കണം. പോരാടേണ്ടത് പോരാടിക്കൊണ്ട് മേടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഇതുപോലൊരു ഓഫീസിൽ കസ്റ്റമറിന്റെ ഓഫീസിൽ കൃഷി അസിസ്റ്റന്റായിട്ട് ഈ ഏഴ് പഞ്ചായത്തിന്റെ കർഷക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു 3 കൊല്ലം പണിയെടുത്തിരുന്നു. അതിനൊരു ഫലം ഞാൻ കണ്ടിട്ടുണ്ടാവും, ചെലവ് ഞാൻ കണ്ടിട്ടുണ്ടാകും. ഞാനൊരു കൃഷി കുടുംബത്തിൽ ജനിച്ച് പാലക്കാട് ജില്ലയിലെ ആളുകളില്ല. ാണ് എന്റെ ജനനം. പഠിച്ചത് സ്കൂളില് സ്കൂളില് സാധാരണ പുസ്തകങ്ങൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പൊ എന്നും നെൽകൃഷി തന്നെയാണ്, പാലക്കാട് നെൽകൃഷിയാണ് നമുക്ക് പൊതുവിലുള്ളത്. എന്നും നെൽകൃഷി തന്നെയാണ് എന്റെ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നടത്തിയത്. 2 വർഷം ഭാഗത്തിനെ പറ്റിയിട്ടൊക്കെ കൊണ്ടുവന്നത് പാലക്കാട് നല്ല ഒരുപാട് ശൈലിയുള്ള ചെറുക്കഥ ഈ സിനിമകളൊക്കെ വന്നത് എംപുരാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മളാണ് പോലെയാണ് നമ്മൾ എല്ലാവരും മനസ്സിൽ കഴിച്ചു. നെൽകൃഷി നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ മേലെ പോയി വലിയ കൃഷി ചെയ്യാനാണ്. ഈ നെൽകൃഷി ചെയ്യുന്ന കുടുംബം അല്ലെങ്കിൽ കർഷക കുടുംബത്തിന് വരുന്ന ഞാൻ വലിയൊരു സംശയത്തിൽ പേര് പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബത്തിന്റെ ആ പേര് നഷ്ടപ്പെടുന്നുണ്ടോ? രണ്ടാം തലമുറ അല്ലെങ്കിൽ എന്റെ മകൻ അടക്കം കൃഷിയിൽ താല്പര്യമില്ല. കൃഷിയൊക്കെ നമ്മൾ പ്രായത്തിലെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ പച്ചക്കറി കൃഷി ഉണ്ടാക്കുന്ന പഞ്ചായത്ത്. അതിന് ഓരോരുത്തരെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് കുറഞ്ഞു വരിക. അതെന്താണെന്നുള്ളതാണ് അതിന്റെ ഒരു ദുഷ്പരിണമാണ് നമ്മളുടെ ഇവിടുത്തെ ഈ ഇന്നത്തെ ഒരു പ്രതിഷേധവും ഈ സമരവും അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും നമ്മൾ നോട്ടീസ് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളും എല്ലാം എപ്പോഴാണ് നമ്മൾക്ക് ഈ നെൽകൃഷി ഇത് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കി. 1972-73 കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കൃഷിക്കാരോടെ ഉണ്ടാവും ഒരു സുഗന്ധ കാലഘട്ടമായിരുന്നു നമ്മളുടെ കർഷക നെല്ലിന്റെ വരവും. അന്നത്തെ കാലത്ത് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അന്നത്തെ ചെലവ് നമുക്കിപ്പോ വലിയൊരു നല്ലൊരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം പിന്നെ താഴ്ത്തിക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ചെറിയൊരു വ്യത്യാസം വന്നു. ഒരു ഏകദേശം 2004 ശേഷം 2006-2007 ഞാൻ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. വലിയ പ്രശ്നമായിരുന്നില്ല. ഇതിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റി. അംഗീകരിച്ചാണ്. പക്ഷെ അതിന് നമ്മൾ നോക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത് ഈ നോട്ടീസിലുണ്ട്. നമ്മൾക്ക് 1992 അല്ലെങ്കിൽ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എലവഞ്ചേരിയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞത്. എലവഞ്ചേരിയിലെ അല്ലെങ്കിൽ എലവഞ്ചേരിയിലത്തെ കൃഷികളോ കൃഷിയുടെ പദ്ധതിയെടുത്തിട്ട് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് 12 കൊല്ലത്തോളം
രണ്ടാമത് കിട്ടിയിട്ടില്ല. കാരണം വെള്ളം കിട്ടില്ല, കനാൽ വെള്ളം കിട്ടില്ല. ചില ഡാമിലുള്ള വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്ന ടൈലിലാണ് കിട്ടാറില്ല. അതൊക്കെ പരിപാടി ചെല്ലുമ്പോൾ ഒരു കൃഷിക്കാരന്റെ രണ്ടാം വഴിയിലാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാം വഴിയിൽ നല്ല നമ്മളുടെ വീട്ടിൽ ചെല്ലുന്ന അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് കിട്ടുന്ന മിച്ച പൈസ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നെല്ലിന്റെ വലിയ കൂലിന്റെ ലെവൽ കൂട്ടിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു കൊല്ലം കഴിച്ചു കിട്ടുക. അങ്ങനെ 10-13 കൊല്ലം രണ്ടാമുള്ള കൃഷിയിൽ പോകുന്ന സ്ഥലമാണ് ഏതെങ്കിലും പഞ്ചായത്ത്. ഇപ്പോഴത്തെ സ്ഥലമായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചല്ല. നമ്മള് പലതരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ ഡാമുകളുള്ളത്. ഈ ഇറിഗേഷൻ ഡാമൊക്കെ തുറന്നപ്പോൾ അവർ പറയും ഈ ഡാമ പൊട്ടിച്ചാൽ 14 ഹെക്ടറിനായി 15,000 ഹെക്ടറിനായി നടത്തുന്നത് കണക്ക് വെച്ചിട്ടാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള വെള്ളത്തിന്റെ സാമ്പത്തികത്തിന് ഒരു കാരണമുണ്ടാകുമെന്ന് നെൽകൃഷി കുറവല്ല. ഡാമുകൾ അടുക്കുന്നുണ്ട്, നെൽകൃഷി കുറവ്. അപ്പൊ വെള്ളത്തിലുള്ള പ്രാബ്ലമില്ല. ഇപ്പോ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോ അത് വെള്ളമുണ്ട്. സ്വന്തം ഡാമിന്റെ ശേഷം പോയിരിക്കുന്നില്ല. നെൽകൃഷി കുറവ്. ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഞാൻ കണക്ക് പറയുന്നില്ല, കണക്ക് വളരെ ദൂരമായിട്ടുള്ളൊരു കാര്യം പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ കണക്കുകളിലൊന്നും നടക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ അഭിശ്വസിച്ചതും പറഞ്ഞതുപോലെ കണക്ക് പറയാതിരിക്കാനും പറ്റില്ല. ചില കണക്കുകളൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യമാണ് ഇതിനുള്ള കണക്കുകളൊക്കെ. ഇവിടെ നമ്മള് ഒരു കാര്യം ഞാൻ കൊണ്ട് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നാണ്. അതിലൊക്കെ നമ്മൾ കലക്ടറായിട്ടോ അല്ലെങ്കിൽ പറയുമല്ല ഡിസിഷനായിട്ടോ ഇരിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാമിനാഥൻ കമ്മീഷൻ എങ്ങനെയാണ് 40 സ്റ്റേറ്റ്സുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണം. ഇവിടെ ഞാൻ പറയുന്നതല്ല, ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് എന്റെ നെൽകൃഷിയുടെ രണ്ടാമത്തെ വിള കിട്ടിയില്ലെങ്കിൽ അടുത്ത രീതിയിൽ ഞാൻ എന്റെ കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കുന്ന സത്യന്റെ ക്വാളിറ്റി അതൊക്കെ കുറയും. അതിന് അവരുടെ കൊടുക്കുന്ന സത്യം അയച്ചു കൊടുക്കേണ്ട സത്യം അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അത് കുറച്ച് ഒരു സത്യം 30 സത്യം അയച്ചു കൊടുക്കൂ. അതാണ് എന്റെ നെൽകൃഷി അല്ലെങ്കിൽ നെൽകൃഷിയിലെ വരുന്ന വിളക്കുകളിനെ ബാധിക്കുന്ന ധാരക്കായി ബാധിക്കുന്ന കാര്യം. അപ്പോ ഒരു കാര്യം നമ്മളില്ലാത്ത പറഞ്ഞുകൊണ്ട് ഒന്ന് പിടിച്ച് ശരിയായി വന്നതായിരുന്നു. അപ്പൊ നമുക്ക് വലിയൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് ജില്ലയില് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ ഒരു ചെറുകിട കർഷകന് ലഭിക്കുന്ന വിധത്തിലൊരു വില കിട്ടേണ്ടതുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ കിട്ടുന്നത് 20-25,000 രൂപയാണ്. അപ്പൊ ഒരു ചെറുകിട കർഷകന് ഒരു 10 കൊല്ലം എന്തായാലും 2 ലക്ഷം എങ്കിലും വരുമാന ചെലവ് നൽകി കിട്ടണം. അതായിരുന്നു നമ്മളുടെ ഒരു ഡിമാൻഡ്. അന്ന് ഞാൻ ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഞാൻ നമ്മളുടെ ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞു. ആ ഡിമാൻഡ് ഇപ്പോൾ തീർക്കും. കാരണം കണക്ക് പറയാൻ വേണ്ടിയെന്നുണ്ടെങ്കിൽ നടത്തിയാൽ പറയുന്നത് ഞാൻ കമ്പ്യൂട്ടറിൽ കണക്കൊക്കെ പറയുന്നില്ല. ഞാനൊരു റിപ്പോർട്ട് വായിച്ചപ്പോ 750 ലക്ഷം രൂപയാണ് 22-23 നെൽകൃഷിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബഡ്ജറ്റ് കേരളത്തിൽ 720 ലക്ഷം വലിയൊരു എമൗണ്ടല്ലേ. പക്ഷെ അതേ സമയം നമ്മൾ ഞങ്ങളുടെ പേപ്പർ ന്യൂസ് വായിച്ചത് ഇവർക്ക് 21 സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് ലാഭം നടത്തിയിരിക്കുന്നത് ഈ വന്ന തരത്തിൽ തന്നെയാണ് ആയിരിക്കുന്നില്ല.
അത് 3000 ലക്ഷം. ഈ കേരളത്തിലുള്ള എല്ലാ ലക്ഷങ്ങൾക്കും കൂടിയിട്ട് 1600 ലക്ഷവും കൃഷിക്ക് മറ്റ് 24 കൂടിയിട്ട് 7600 ലക്ഷം. പക്ഷെ 7600 ലക്ഷം അവിടെ പറയുക, കൃഷിക്കാർക്ക് കൊടുക്കുന്നത് 1600 ലക്ഷം കൊടുക്കും. അത് 36 കോടിയുണ്ട്. അപ്പൊ 36 ലക്ഷം വരെ 36 കോടി 76 കോടിയല്ല എത്രയുള്ളൂ. 34 കോടി. ഇതിനെ കണക്കുകളിൽ നമ്മുടെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ എല്ലാ കാലത്തും നടന്നിട്ടും ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഏർപ്പെടുന്ന സ്നേഹങ്ങളൊക്കെ നടക്കുന്നത്. നാട്ടിലെ സൗകര്യത്തിലേക്ക് കിട്ടേണ്ടത് വരുമാനം നമ്മളിൽ കിട്ടേണ്ടത് വന്നിട്ട് അത് കിട്ടുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കൊടുക്കണം. നമ്മൾ കളിയാലും പോകാത്ത ലക്ഷം കൊടുക്കുന്നുണ്ട് കൊടുക്കത്തില്ല. എവിടെയാണ് നമ്മളുടെ ഈ പ്രോബ്ലം തുടങ്ങിയെന്ന് ചോദിച്ചാല് ഒരു മുക്കാൽ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റിൽ നിന്ന് നമുക്ക് പറയുകയില്ല. അവിടെയാണ് നമുക്ക് പറ്റിയ ആവശ്യം ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് തന്നെ. ചില ഭാഗങ്ങളിപ്പോൾ 2008 മുമ്പ് ഇതുപോലെ ഞാൻ ഒരു പാഠം പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ എന്റെ ഹിസ്റ്ററി പറയുമ്പോൾ ഞാൻ 37 കൊല്ലം 36 കൊല്ലത്തോളം കൃഷി വകുപ്പിന് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഒരു 11 കൊല്ലത്തോളം ഞാൻ കൃഷി വകുപ്പിൽ 10-15 കൊല്ലത്തോളം കൃഷി വകുപ്പിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ത്യക്ക് പുറത്തേ പല രാജ്യങ്ങളിൽ കൃഷി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് ജോലി എടുക്കുന്നില്ല. പക്ഷെ ഈ മുന്നോട്ട് പറഞ്ഞതിൽ എന്റെ മനസ്സ് പാലക്കാടത്തെ കൃഷി പാലക്കാടത്തെ കൃഷിക്കാരും തന്നെ ആയിരുന്നു. ഏറ്റവും നല്ല ജോലി വന്നാലും ആദ്യം ജോലി പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പോകുന്നത് എന്റെ ഓഫീസിൽ കഴിഞ്ഞു. കൃഷി വകുപ്പിന്റെ ഓഫീസിൽ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ കാണുന്നത് വലിയ വലിയ പദ്ധതികൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എവിടെയാണ് ഈ ചെയ്തു വന്നതെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് അപ്പൊ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലായില്ല. ഞാനിപ്പോൾ നമ്മുടെ അധ്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴായിരുന്നു എന്റെ സ്റ്റാഫ് ഇപ്പോൾ ഇരിക്കുന്ന ആളൊക്കെ ഇവരൊക്കെ കൃഷി കുടുംബത്തിൽ നിന്ന് വാങ്ങുകയാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാനും കൃഷി കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ ഇപ്പോ കുട്ടികളില്ല ഏത് ജോലികൾ ചതിക്കും ഇത് കേൾക്കുന്നത് ഓഫീസിലേക്ക് കേൾക്കുന്ന അഷ്ടമായിട്ട് ജൂനിയറായിരിക്കും. അതുപോലെ ഈ ജോലി എന്തോ അവർക്ക് കൊണ്ടൊന്നും ആയിരിക്കില്ല. അവർക്കൊരു ജോലി ജീവിതമല്ല. നമ്മൾക്ക് എനിക്കും എന്തൊക്കെ നടത്തി 75-76 ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റ് ഈ കൃഷിക്ക് തന്നെയാണ്. അവർക്ക് കൃഷി എങ്ങനെയും അറിയാം, കൃഷിയുടെ ഭക്ഷണം എന്താണെന്ന് അറിയാം, എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പോ എന്റെ നല്ലൊരു കൃഷി ഓഫീസറായാലും അവനറിയില്ല. എന്നാൽ എന്ത് ചെയ്യാൻ ഇതെങ്ങനെയും അവൻ കൃഷി മനസ്സിലാക്കി അവൻ അറിഞ്ഞിരിക്കും. അപ്പൊ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യത്തെ മനുഷ്യൻ ഒട്ടും കിട്ടിയില്ല, രണ്ടാമത്തെ അഗ്രികൾച്ചർ ഒട്ടും കിട്ടി. അത് ഒരു കാരണമാണ് നമ്മളുടെ ഇന്നത്തെ ബിസിനസ്. അതിന് തുടർന്ന് പല കാര്യങ്ങളും നമ്മളോട് പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞത് ചെറുതായി പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായിട്ടാവുന്നു. വെള്ളത്തിന്റെ പ്രോബ്ലം നമുക്കില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നല്ലോണം കൃഷി എടുക്കാൻ പറ്റും, നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ അന്നും പറയാൻ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിലെ ചില ആൾക്കാർ പറയുന്നതും ഒരു കാര്യം ഉണ്ടായിരുന്നു. 33 കൊല്ലം 34 കൊല്ലം സർവീസിലേക്ക് പിന്നപ്പോഴും നടക്കാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാല് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോലെ കേരളത്തിലും ഒരു മാർക്കറ്റിംഗ് ഡയറക്ടറേറ്റ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡയറക്ടറേറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. അത് വേണമെന്ന് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയ
കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ഞാൻ അതിൽ ഇപ്പോഴും നൽകിയില്ല. അതൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയോ മറ്റു വിധത്തിൽ നടക്കുന്ന കാര്യമില്ല. കർഷക സംഘടനകളോ അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടിയിട്ട് പഠന ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതൊരു പോളിസി മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു സ്റ്റേറ്റുകളിൽ എന്തിനാണ് ഈ കാൽക്കുലേറ്റ് മാർക്കറ്റിംഗ്? മാർക്കറ്റിന് മാത്രമേ ഈ കാൽക്കുലേറ്റ്. അപ്പോ നമ്മൾക്കൊക്കെ അറിയാനാണ് തമിഴ്നാടിന് വലിയ ദൂരവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും പറയും തമിഴ്നാട് ഉഴവർ ചന്തയുണ്ട്. ഉഴവർ ചന്തയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ആർക്ക് കൊടുത്താലും അത് ട്രാൻസ്പോർട്ടിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കാതെ അത് ഒരു ചന്തയിൽ കൊണ്ടുപോകും. അതിന് ടിക്കറ്റ് പൈസ കൊടുക്കുന്ന ഒന്നും കൊടുക്കും. ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ് ഈ ഡയറക്ടർ മാർക്കറ്റിംഗ്. അതുപോലെ ഒരു ഡയറക്ടർ മാർക്കറ്റിംഗ് കേരളത്തിലില്ല. അപ്പൊ നമ്മുടെ വില പറയാൻ നമ്മുടെ പ്രൊഡക്റ്റിനുള്ള വില പറയാൻ ആരാ ഉള്ളത്? അറിയില്ല. നമുക്കിങ്ങനെ സാധനങ്ങൾ പറയുന്നത് പറയുന്നത് കിട്ടണമെന്നൊക്കെ പറയാം. ഇത് റെഗുലേഷനായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കേണ്ടതാണെന്ന് പറയാനുള്ളത് അതോറിറ്റി കേരളത്തിലില്ല. അതൊക്കെയാണ് നമ്മൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നിരുന്നു. ഈ ഡാമിന്റെ വാല്യൂ അല്ലെങ്കിൽ കൃഷിയുടെ കാര്യം. പക്ഷെ ഇത് റഫറിയാലേക്ക് ഏകദേശം അറിയാം. നമ്മളിപ്പോ പാലക്കാട് ജില്ലയിൽ 76,000-77,000 ഹെക്ടർ കൃഷിയുള്ളൂ. എനിക്ക് 76,000 ഹെക്ടർ കൃഷി നമുക്ക് 2 ക്രോപ്പിന് കൂടിയിട്ടാണ്. 39,000 ഹെക്ടർ കൃഷി ആകെ ഒരു മണിക്കൂർ എടുക്കും. ഞാൻ ഡിപ്പാർട്ട്മെന്റ് വിടുമ്പോ 2012 വിടുമ്പോ ഏകദേശം 10,000-5,000 ഹെക്ടർ കൂടിയുണ്ട്. 5,000 ഹെക്ടർ പ്രോജക്ട് കുറിച്ചൊക്കെ പറയാം. പക്ഷേ ഈ ദൂരത്തൊക്കെ സംരക്ഷണ ആക്ട് അതിനെപ്പറ്റി ചെറുതായിട്ടുള്ള അവിടെ ഞാൻ ശ്രദ്ധിച്ചു. അത് കഴിയുമ്പോഴോ ഒരുപാട് കൃഷിക്കാരികളൊക്കെ സംബന്ധിച്ച് പല അതിനെപ്പറ്റി നടത്താൻ പറഞ്ഞിട്ടാണ് ഒരു ആക്ട് കൊണ്ടുവരുന്നത് 2008. അത് നെൽകൃഷി സംരക്ഷിക്കണം. നെൽകൃഷി സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം കണ്ടുപോകുന്നത് അതിൽ നൽകുന്ന പല കാര്യങ്ങളും അതിൽ പറയുന്നത് ഈ ആക്ട് കൊണ്ടുവരാം. കൊണ്ടുവന്ന രീതിയിൽ രീതിയിലേക്ക് കൃഷിക്കാർ വയ്ക്കാറുണ്ട്. കാരണം ഇപ്പൊ നമുക്കൊരു 10 സെന്റ് സ്ഥലത്തിന്റെ മാറ്റി പറഞ്ഞ എത്തുന്ന കൈമാറി തൽക്കാലം രക്ഷപ്പെടാം കടം വീഴാമെന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. പക്ഷേ ആ ലോകത്തില് ഒരു ഭൂമിയുണ്ട്. അതിനൊരു കണ്ടിട്ടുണ്ടാവുകയാറില്ല, ഇന്ന് വായിച്ചിട്ടുണ്ടാവുകയാറില്ല. 20 ആൾക്കാർക്ക് പണി കൊടുക്കുകയാണെങ്കിൽ ഏത് നോക്കുകയും നടത്താം, എവിടെയാണെങ്കിൽ നടത്താം. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാണാം. ഞാൻ അതിന് പേരെടുക്കുകയില്ല. അപ്പോ അത് നടക്കും. ഇപ്പൊ 2000 ആൾക്കാരിന് വെള്ളം ഏകദേശം ചാല് കുറവോ നമുക്ക് നോക്കാതിരിക്കുക. ചുറ്റും കിടക്കുന്ന 200 കൂടുതൽ കുടുംബം അതില് പെട്ടുപോവുകയോ ചെയ്യാൻ നോക്കില്ല. ഒരു കാര്യം പറയുകയുള്ളത് 200 ആൾക്കാർക്ക് ജോലി കൊടുത്താൽ ഏത് വെള്ളവും നടത്താം, ഏത് ഭാഗവും നടത്താം. അത് വളരെ ആ ഒരു ഇതിന് മാത്രമേ കാണുള്ളൂ. പക്ഷെ അത് കാര്യബന്ധമായിട്ട് വേറെ ചില കാര്യങ്ങൾ പറയില്ല. അത് പറയുന്ന ആളുകൾക്കാണ് ഏൽപ്പിച്ചത്. എന്നെ താങ്കളെ കൊണ്ടുപോയിട്ട് 10 സെന്റിന് 60 കൊടുക്കുമ്പോ എവിടെയെങ്കിലും ഡിസ്കൗണ്ട് 45 59 പറയുന്ന ഒരു സിറ്റിയിൽ നടക്കുന്നത്. അതിനറിയോ ഈ 59 പറയുന്നത് വിജയിക്കുന്ന ഒറ്റ റീസണാണ് അവർക്ക് വിദ്യാഭ്യാസം റീസൺ എന്തറിയോ? അപ്പോഴത്തെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തടസ്സപ്പെടും. അത് നമ്മൾ ഒരുപാട് അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മളെ തടസ്സപ്പെട്ടോ? 200 ആളുകളും കൂടുതൽ അവിടെ തന്നെ തടസ്സപ്പെട്ടില്ല. ഇതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ
തീർച്ചയായിട്ടും അറിയണം. അതിന് വേണ്ടിയിട്ടും നമ്മൾ ഒരുമിച്ച് കൂടണം. അതിനു വേണ്ടിയിട്ടും നമ്മൾ രാവിലെ ഉണ്ടാക്കണം, നിർവാഹം എടുക്കണം. തീർച്ചയായിട്ടും അത് തന്നെ. ഈ കഴിഞ്ഞ സാധനം ഞാൻ പ്രവർത്തി പറയുന്നില്ലെങ്കിൽ കോഴമത്തെ രാമകൃഷ്ണൻ പോയിട്ട് വിൽക്കാൻ, പിന്നെ രാമകൃഷ്ണത്തോടും ഞാൻ കൂടെ കോഴമത്തെ പണിയെടുക്കുമ്പോ ഏത് സ്ഥലങ്ങളൊക്കെ വലിയ വൈകാരിക രീതിയാണ് കൊണ്ടുവരും. ഇത് നമ്മൾ പ്രായമെടുത്തിട്ട് കുറച്ച് ദൂരം പോകാം, നടത്തി മേടിച്ചിട്ടില്ല. അത് വ്യാപാരം പറഞ്ഞിട്ട് അവര് പറയുന്നത് ഇതിന് പറയുന്നത് നമ്മളൊരു പോരാട്ടത്തിന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ തന്നെ ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടം പറയുന്നത് അപ്പോൾ ഇത് ഒരു പോളിസിയുടെ ഒരു പ്രശ്നമാണ്. ഇത്രയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇത് നമ്മൾ ഡിമാൻഡ് പറഞ്ഞിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയാം. സംഭവിക്കുന്ന രണ്ടാമത് വില ലാഭം നമ്മൾ ചെയ്യുന്നത് എന്താണല്ലോ, നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് വ്യക്തിമറിയിട്ടുള്ള ചിലപ്പോ അല്ലെങ്കിൽ ഇതുപോലെ നോട്ടീസറിക്കേണ്ടി വരും. വെള്ളം കിട്ടുന്നതിലുള്ള സാമ്പത്തിക പാറ്റേൺ ശരിയല്ല. അതിനുവേണ്ടി ചിലപ്പോ സമരം ചെയ്യേണ്ടി വരുന്നു. വളം നിലനിർത്തുന്നതുകൊണ്ട് അതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു. ഒരു കൃഷിക്കാരന് എല്ലാം സമരം ചെയ്ത് അവസാനം എണ്ണയൊരു കൊഴുത്ത് എടുത്ത് കഴിക്കണമെങ്കിൽ ഓരോരു കിട്ടുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും സമരവും കാര്യങ്ങളൊക്കെ കഴിയും. എങ്ങനെയൊക്കെ നമ്മൾ വേറെ പണിയല്ലാത്തതുകൊണ്ട് കൊഴുത്ത് നിർവഹിച്ചാല് നമ്മളുടെ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയ സാധനം എടുക്കുകയും ചെയ്യും. ഇതിന് നമുക്ക് വെളിയും കഴിയാൻ ഈ കണ്ട വില കാണുന്നുണ്ട്. വായ്പ അതെനിക്ക് അതിലൊരു സംശയം തോന്നിപ്പോ ശരി. നമ്മൾ ആരെങ്കിലും പോയി ഒരു ചർച്ചയ്ക്ക് പോയെന്ന് വെച്ചാല് ആദ്യത്തെ ചോദ്യം നമ്മൾക്ക് ഫിനാൻസ് പ്രകാരം പൈസ തരുന്നത് കഥ വന്നോ ഒന്നും ആയിരിക്കേണ്ട ആവശ്യമില്ല. 20 പൈസ തരണം. കടമെടുക്കേണ്ട ശരിയാണ്. 4% പൈസക്ക് വ്യാപാരം എന്ന് പൈസ എടുത്തിട്ടാണ് നമ്മൾക്ക് പൈസയുള്ളത്. എല്ലാവരും പറയുന്നതല്ല. ഈ 4% പൈസ കൊടുക്കണമല്ലോ ഗവൺമെന്റ്. ഏതെങ്കിലും ബഡ്ജറ്റ് നടത്തി കൊടുക്കുന്നത്, ഏത് ബഡ്ജറ്റ് നടത്തി കൊടുക്കുന്നത് അത് പറഞ്ഞില്ല. അത് കൃഷിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫണ്ടിനായിരിക്കും ഈ 4% പൈസ കൊടുക്കുന്നത്. അത് കൃഷിക്കാരന് കിട്ടുന്നത് ശരിക്കും ഈ കട എടുക്കുകയും ആ പൈസ കൊടുക്കുന്ന പൈസ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പദ്ധതിയായിട്ട് വന്നേനെ. അത് ഒരു ഉദാഹരണം പറഞ്ഞില്ല. ഓരോ കാലം നമ്മള് നെൽകൃഷി വലിയ കാര്യമാണ്. നെൽകൃഷിക്കാരെ നമ്മൾ ആദരിക്കും, പൊന്നാമിയായിരിക്കും, കെട്ടിപ്പിടിക്കും, പൊന്നാടേക്ക് കൊടുക്കും. ഇതിലേക്ക് പറയുന്നില്ല ചെയ്യുന്നതിന്. ഇതിന് വഴി ഇതൊക്കെ ഇത്രയും പണി ചെയ്യുന്നുണ്ട്. ഈ കക്ക 2000 തുറക്കും, പിന്നെ 2000 പോകുന്നു. ഒരു ഹെക്ടർ കൃഷിക്കുണ്ടാവും. ഇത്ര വലിയ വെള്ളം ഇറക്കിയിട്ട് അടുത്ത കൃഷിയില്ലാത്തവർക്കൊക്കെ സഹായം ചെയ്യണമെന്ന് നിങ്ങൾക്കും 3000 ഹെക്ടറിന് തരാണ്. അങ്ങനെ 3000 ഒരു ഹെക്ടറിന് കൊടുക്കണമെങ്കിൽ കാശത്തെ വെള്ളമില്ല. ആകെ 9,000 ഹെക്ടറിനാണ് കേരളത്തിലെ ഈ ബഡ്ജറ്റിലെ പൈസ കിട്ടിയിരിക്കണം. ഈ 3000 ഒരു 9,000 ഹെക്ടർ പാലക്കാട് ജില്ലയിൽ മാത്രം 7,000 ഹെക്ടറുണ്ട്. ടോട്ടൽ 2 ലക്ഷം ഹെക്ടറിൽ 2 ലക്ഷം ഹെക്ടറിൽ കൊടുത്തു ആരും കൊടുത്തു അതൊന്നും കൊടുത്തില്ല. 3000 9,000 ഹെക്ടറിനുള്ള ഭവിഷ്യത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ പറയുമ്പോ ചെയ്യുന്നതിന് നമ്മളിത്
ആഗ്രഹിക്കും ഒക്കെ ഈ ഗവൺമെന്റിനെ എനിക്ക് പറയാനുള്ളത്, ഈ കൂട്ടായ്മയെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലൊരു കൂട്ടായ്മയാണ് വളരെ സ്ട്രോങ്ങായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും അറിയാനുള്ള വിശ്വാസം അത് ഒരുമിച്ച് നിന്നു. അപ്പോഴത്തെ പേരുകളാക്കി കൊടുക്കുന്നത് തോന്നും. സമരമില്ല. ഈ സമരം ഏഴ് പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന പോരാടാണ് എനിക്ക് പറയുന്നത്. അല്ലെങ്കിൽ പ്രതിഷേധം, സമരം എന്ന് പറയുന്നത് ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധം. ഏഴ് പഞ്ചായത്തിൽ പോരാ പാലക്കാട് ജില്ലയുടെ നിർദ്ദേശിക്കാതെ നിങ്ങളെ ഒരുമിച്ച് കൂടി ഇവിടെ കൊണ്ടുവരും. കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആലപ്പുഴ. ആലപ്പുഴ എളുപ്പമായി അങ്ങനെ നിർദ്ദിഷ്ട ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് കമ്മീഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നേരിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതായിരിക്കും നമ്മളുടെ ഒരു അന്തിമേഖലയിൽ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് സക്സസ്ഫുള്ളാണെങ്കിലും എന്ത് സഹായമാണെങ്കിലും ഞാൻ ഇതിനൊപ്പം ഉണ്ടാകുന്ന കമ്മിറ്റിയിലേക്ക് ഈ ഒരു പ്രതിഷേധ ധർമ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പൊതു അവസരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.